ഫെബ്രുവരി 6-ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കൊച്ചിയിലെത്തും. തുടർന്ന് നേതൃയോഗം നടക്കും. 7-ാം തീയതി കാലടി ശൃംഗേരി മഠം സന്ദർശിക്കും. തൃശൂരിൽ ബജറ്റ് കോൺക്ലേവിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു. വിനീഷ്, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരള സന്ദർശനത്തിനായി എത്തുകയാണ്. എന്തെല്ലാം കാര്യപരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക? ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് കേരള സന്ദർശനത്തിലേക്ക് എത്തുന്നത്. അത് രാഷ്ട്രീയമായി തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നോട്ട് പോക്ക് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നും കൊണ്ടല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ്റെ കേരള സന്ദർശനം തന്നെയാണ്. ആ സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ഫെബ്രുവരി 6-നാണ് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ബി.ജെ.പി. നേതൃയോഗങ്ങളുടെ ഭാഗമാവും. ഒപ്പം തന്നെ കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയം, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക നിർണയ ചർച്ചകളിലേക്കൊക്കെ ഈ ഒരു നേതൃയോഗം കടക്കും. ഒപ്പം തന്നെ കോർ കമ്മിറ്റി യോഗം കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം 7-ാം തീയതി അദ്ദേഹം ആലുവയിലെ തന്നെ ശൃംഗേരി മഠം സന്ദർശനത്തിലേക്ക് അദ്ദേഹം കടക്കും. അതിനുശേഷം അന്ന് തന്നെ 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂരിൽ മറ്റൊരു പരിപാടിയുടെ ഭാഗമാവും. പ്രത്യേകിച്ച് കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി, കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കോൺക്ലേവിൻ്റെ ഭാഗമാവുകയും ചെയ്യും. അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. തൃശ്ശൂരിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രമുഖ വ്യവസായികളുമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. ഒപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയം, പ്രത്യേകിച്ച് കേന്ദ്രം കേരളത്തെ ഈ ബഡ്ജറ്റിൽ അവഗണിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും CPM-ഉം കേരളത്തിൽ വലിയ രീതിയിലുള്ള നുണപ്രചരണം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. പ്രധാനമായും കേരളത്തിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ പദ്ധതികളൊക്കെ തന്നെ മാധ്യമങ്ങളടക്കം വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം. കേരളത്തിന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, നികുതിയിൽ വലിയ രീതിയിലുള്ള വർധനവ് സംസ്ഥാനത്തിന് നൽകുന്ന ഒരു സാഹചര്യം. അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കേരളത്തെ അവഗണിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇതെല്ലാം തന്നെ രാഷ്ട്രീയ നിലപാടുകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കള്ളപ്രചരണമാണ് നടത്തുന്നത് എന്ന നിലപാട് തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ബഡ്ജറ്റിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സമീപനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസും CPM സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ബഡ്ജറ്റ് എന്ന വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ വലിയ ഉണർവേകുന്ന പദ്ധതികൾക്കായിരിക്കും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്ന് അല്പസമയം മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും നിരവധി പേരാണ് ഇന്ന് ബി.ജെ.പിയുടെ ഭാഗമായത്. നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ബി.ജെ.പിയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഞാൻ നിൽക്കുന്ന മാരാർജി ഭവനിൽ കാണാൻ സാധിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും ഒപ്പം തന്നെ CPM-ൽ നിന്നും നിരവധി പേർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അത് ബി.ജെ.പിക്ക് രാഷ്ട്രീയമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. ഒപ്പം തന്നെ നിരവധി പ്രമുഖർ ബി.ജെ.പിയുടെ ഭാഗമാകുന്നു, അണികൾ ബി.ജെ.പിയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ൻ്റെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നീ ചുമതലകളിൽ വഹിച്ച സ്ത്രീകളടക്കമുള്ളവർ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ബി.ജെ.പി. വലിയ മുന്നേറ്റം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിരവധി CPM പ്രവർത്തകർ, മുൻ CPM പ്രവർത്തകരായിരുന്നാലും കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ, മുൻ ചുമതലകൾ വഹിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി വിനീഷ്, ഫെബ്രുവരി 6-7 തീയതികളിലാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുക. അദ്ദേഹത്തിന്റെ പ്രഥമ കേരള സന്ദർശനമാണ്. തുടർന്ന് നേതൃയോഗം നടക്കും. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം. വി വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.